3 to 6 കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക. പോർഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്തതിനു ശേഷം ബെനഫിഷ്യറീസ് എന്ന രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം 3 to 6 കുട്ടികളുടെ രജിസ്റ്റർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ലിസ്റ്റിൽ നിന്നും ഏത് കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ ആണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടിയുടെ പേരിൽ തൊടുക. അപ്പോൾ ആ ഒരു കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഇതേ രീതിയിൽ ഓപ്പൺ ആയിട്ട് വരും. പ്രൊഫൈൽ കാർഡിൽ ഏറ്റവും മുകളിലായിട്ട് പേരിന്റെ ഇടതുവശത്തായിട്ട് ഇതേ രീതിയിൽ ഒരു ക്യാമറയുടെ ചിഹ്നം കാണും. ആ ഒരു ക്യാമറയുടെ ചിഹ്നം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു കൺസെന്റ് പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന അക്സെപ്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ നമ്മുടെ ഫോണിലെ ക്യാമറ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മുമ്പ് നമ്മൾ FRS ചെയ്തിരുന്ന സമാനമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ കുട്ടികളുടെ പ്രൊഫൈൽ ഫോട്ടോ ക്യാപ്ചർ ചെയ്യേണ്ടത്. അതായത് പ്ലെയിൻ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം, കുട്ടികളുടെ തല സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കണം, അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്യാമറയിലേക്ക് നോക്കി കണ്ണ് ബ്ലിങ്ക് ചെയ്യണം, അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ് ഉള്ള ഭാഗത്ത് നിന്ന് എടുക്കണം, അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ കുട്ടികളുടെ മുഖം ക്യാമറയിൽ പെടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിച്ചതിനു ശേഷം കുട്ടിയുടെ മുഖത്തിന് നേരെ ക്യാമറ പിടിക്കുക. അതിനുശേഷം കണ്ണ് ബ്ലിങ്ക് ചെയ്യാൻ പറയുക. അപ്പോൾ ഇതേ രീതിയിൽ താഴെയുള്ള ഐ ബ്ലിങ്ക്, സ്ട്രൈറ്റ് ഫേസ് എന്നിവ പച്ച നിറത്തിലാകും. ഓട്ടോമാറ്റിക് ആയിട്ട് ഫോട്ടോ ക്യാപ്ചർ ആവുകയും ചെയ്യും. അല്പസമയം കഴിഞ്ഞാൽ ഇതേ രീതിയിൽ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ കുട്ടിയുടെ ഫോട്ടോ ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ശരിയായിട്ടുണ്ട് എങ്കിൽ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ സേവ് ചെയ്യാവുന്നതാണ്. ഇനി അഥവാ നമ്മൾ എടുത്തിട്ടുള്ള ഫോട്ടോ ശരിയായിട്ടില്ല എങ്കിൽ, അതായത് കുട്ടിയുടെ കണ്ണ് ചിമ്മിപ്പോയിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഫോട്ടോ ഷെയ്ക്ക് ആയിട്ടുണ്ടെങ്കിലോ, അതല്ലെങ്കിൽ ഫോട്ടോ കൃത്യമായിട്ടില്ല, വ്യക്തമായിട്ടില്ല എങ്കിലൊക്കെ നമുക്ക് ആ ഒരു ഫോട്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഇടതുവശത്ത് കാണുന്ന ക്യാപ്ചർ അഗൈൻ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫോട്ടോ വീണ്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഫോട്ടോ കൃത്യമായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന സേവ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കുട്ടിയുടെ പ്രൊഫൈലിലൂടെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് കുട്ടിയുടെ പ്രൊഫൈൽ ഫോട്ടോ ഇതേ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.